അമ്പത്തൂരെ ശ്രദ്ധിച്ച് കണ്ണമ്മയുടെ മുഖത്ത് നോക്കണം. ഭയങ്കര ടെൻഷൻ ഇല്ലേ? ടെൻഷനല്ല, എന്തോ ഒരു ഭയം. നമുക്ക് എന്ത് ഭയമാണ്? നമുക്ക് ഈ റിലേഷൻ ഞാനൊരു കാര്യം ചെയ്തു. സൂര്യ ബോസ് അലീനയുടെ ചന്ദ്രന്റെ മോനാന്ന് വലിയ ഇതൊന്നും ഇല്ലല്ലോ, നിശ്ചയം. ഇല്ല അണ്ണു ഒന്ന് ആലോചിച്ച അണ്ണു അലീന അല്ലല്ല അലീന മലയാളി, ചന്ദ്രു മലയാളി, ഉണ്ടായ മോൻ തമിഴൻ. എന്നിട്ട് സൂര്യബോസ് പറഞ്ഞു നടക്കുന്നത് സ്വന്തം മോനാ ദത്തെടുത്തില്ല. ഇല്ല എന്റെ അടുത്ത സൈഡ് ഇരിപ്പുണ്ട് തമിഴും ഉണ്ട്, അപ്പൊ സൂര്യബോസിന് അമ്പത്തൂരാണോ? അന്ന കല്യാണത്തിന് വീട്ടിൽ വിളിക്കാൻ പോയപ്പോ തന്നെ എനിക്കൊരു ഡൗട്ട് അടിച്ചതാണ്. ഇവർ രണ്ടുപേരും ഒത്തു നിർത്തി നോക്കണം. അതൊക്കെ ഇത് സത്യം ചന്ദ്രന്റെ പോരാ. അത് എനിക്കതിലൊരു പക്കുമില്ല. എന്റെ അങ്ങനല്ല, എന്റെ കൃപ അങ്ങനല്ലണ്ടാ. സൂര്യസിംഗം എന്താണോ എന്തിനാ മുതുക്കി കിടന്ന് വരവാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ. അങ്ങനൊന്നുമില്ല. ഇല്ല എന്തോ അവനൊരു ഭയങ്കര മറ്റേ പോച്ചയുടെ ഒരു ഫീൽ അറിയാത്തിന്റെ കുഴപ്പമൊന്നുമില്ലണ്ടോടാ. എടാ നീ മറ്റേ കാട് നിറങ്ങിന്നാണ് അറിയപ്പെടുന്നത്. അയ്യോ അണ്ണു എന്തൊക്കെയാണ് പറയുന്നേ? ഞാൻ പറയുന്നേ അല്ല, നാട്ടുകാർ മൊത്തം പറയുന്നേ. ലോറ വരത്തില്ലെന്ന് തോന്നണ. കുറുപ്പെന്ന് പറയുന്നത് ഗാങ്ങിലുള്ളതായിട്ട് ഞാൻ അതാ എത്തിയിരിക്കുന്നു നമ്മുടെ. അതിനകത്ത് ഒരു 10 പെമ്പിളരെന്തോ ഉണ്ട് അതിനകത്ത്. അപ്പൊ എല്ലാരും പിടിച്ച് അമ്പത്തൂരിന്റെ മാക്കല്ലേ കൂടെ പറഞ്ഞ? ഇല്ല അത് അവന്റെ പെങ്ങന്മാര് അൻസ ഇവന്റെ അളിയൻ. ആ നിരുപമ ഉണ്ടല്ലേ. ലോറ മാത്രം ബാക്കിയുള്ളായിരുന്നു പോടാ. ലോറ മാത്രം നിക്കണോ? ഒരു ബാക്കി ലോറ ഇങ്ങോട്ട് വന്നേ. ലോറ കുത്തിരി മോളെ. പാറപ്പുറത്ത് മടിയിലങ്ങ് ഇരിക്കാൻ പറ, ഇരുന്നോണം മോളെ. എനിക്ക് കണ്ണാപ്പി മോളുടെ ആരാ? സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറയാവോ? ഞാൻ മോളെ ഒന്നും ചെയ്തില്ല. കണ്ണാപ്പി മോളുടെ ആരാ? ചെരുപ്പൂരി അടിയടി വേണ. ഇരുന്ന് അമ്പത്തൂരൊന്ന് മാറണേ. കോളാണ്. ലോറ കേക്കുന്നില്ല മോളെ. ഇരി കണ്ണാപ്പി ഫോൺ ഒന്നും എടുക്കില്ല. ഫോൺ മാറ്റി സംസാരിക്കുമ്പോ ക്ലിയർ ആയിരിക്കും. കണ്ണാപ്പി ആരാ മോളെ? കണ്ണാപ്പി മോളുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇതാണ് അവനും പറയുന്നത്. ആക്ച്വലി എന്താന്നറിയാവോ, ഇവന് നമ്മള് ചന്ദ്രന്റെ കല്യാണം നടത്തിയില്ലല്ലോ. ഇപ്പൊ നമ്മള് കണ്ണാപ്പിയുടെ കല്യാണം നടത്താന്നും പറഞ്ഞിട്ട് നമ്മളൊരു പെണ്ണിനെ നമ്മള് മാട്രിമോണിയിൽ അമ്പത്തൂരെ ആ പെണ്ണിന്റെ പേരെന്താ? എന്താ പറ്റാത്ത? നിങ്ങൾ തമ്മിലൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കാച്ചിപ്പൂച്ചയോ മറ്റേ കടുവയായിട്ട് കെട്ടിച്ചുകൊടുത്തതിന് മോൾക്ക് എന്താ പ്രശ്നം? കണ്ണാപ്പിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല. അപ്പൊ പിന്നെ പെണ്ണുങ്ങളെ ഇഷ്ടമല്ല എന്നാ ഗെയും അല്ല. ഇഷ്ടമല്ലാന്ന് പറഞ്ഞായിരുന്നു. കാറ്റിയായിട്ട് റിലേഷൻഷിപ്പ് അല്ലായിരുന്നു. അതൊക്കെ പോയി എന്തായാലും മോളെ ഇവൻ അടിസ്ഥാനരഹിതമായി ഒന്നും സംസാരിച്ചില്ല. മോളെ കുറിച്ച് സംസാരിച്ച സമയത്ത് ലോറ പോരെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, നമ്മള് ഗ്യാങ്ങിലെ ഈ ആണുങ്ങൾക്ക് ഈ ഒരു പെണ്ണിന് നമ്മുടെ കണ്ട കൂട്ടത്തിൽ ആഷ് ഉണ്ട്, ജുഗ്രു ഉണ്ട്. ജുഗ്രുവിനാണെങ്കിൽ 3 മക്കളെങ്ങാണ്ടുണ്ട്. ഇപ്പൊ തന്നെ വയറ്റില്ല, ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നിട്ട് ഇപ്പം ഒന്ന് മനസ്സലിഞ്ഞിരിക്കുക. ഞാൻ പറയുന്നേക്ക്. എന്നിട്ട് നമ്മള് ഗ്യാങ്ങിൽ ഇപ്പം റിലേഷൻഷിപ്പ് ഉണ്ടോന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവന്മാരൊക്കെ എണ്ണിട്ട് മാറി നിന്ന് മനസ്സിലായി. ഈ ഉറപ്പുള്ള ആണുങ്ങളുടെ ഒരു ക്വാളിറ്റിയാണ് അത്. അപ്പം ഈ കൊറേ പേര് പറഞ്ഞ ഈ കണ്ണാപ്പിക്ക് ലോറയായിട്ട് എന്തോ ബന്ധമുണ്ട്. പക്ഷെ ഇപ്പൊ അവൻ പറഞ്ഞ വെച്ചാൽ എക്സ് ആണ്. അവൻ കാറ്റ്സി എന്തോടാ പെണ്ണിന്റെ പേരെന്തോടാ? എന്തോ സത്യം കാമുകി അണ്ണു ദേഷ്യപ്പെടും. അണ്ണു ഭയങ്കര സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് അണ്ണു എന്റെ അടുത്ത് മറച്ചു വെക്കുന്നേ.
ആരാ ആര് പറഞ്ഞു ലോറ? ഇവൻ പറഞ്ഞു എന്നോട് ആരാ അപ്പൊ കാമുകിയാരാ കണ്ണാപ്പിടെ കണ്ണാപ്പിടെ കാമുകയാരാ ക്യാറ്റ്. ഞാൻ അപ്പൊ കല്യാണം ഉടനെ പെട്ടെന്ന് ഫിക്സ് ചെയ്യണോ? ഉറപ്പല്ലേ മാറ്റല്ലേ അല്ലെങ്കിൽ അണ്ണു അല്ലെങ്കിൽ പ്രശ്നമാക്കും അതാ കാറ്റിയുടെ കാര്യമല്ല തീരുമാനിച്ചതാ. ഞാൻ പക്ഷെ കണ്ണാപ്പി വെച്ച് അങ്ങനെയല്ല പറയണ. സർട്ടിഫൈഡ് അണ്ടിയില്ലാത്തവൻ കണ്ണാപ്പി എന്തൊക്കെയായിരുന്നു പാറയുടെ മണ്ടക്കൊന്ന് കയറണേ. അണ്ണു ഇതൊക്കെ ഫേക്കാണെണ്ണോ, എനിക്ക് ഇവളുമായിട്ടൊരു ബന്ധമില്ല. ഡോറ ഡോറ നിനക്ക് ഇനി ചെക്കനെ കിട്ടാത്തോണ്ട് എന്റെ തലയിലാവാൻ നോക്കല്ലേ ഡോറ, ചുമ്മാ ഒരു മാതിരി. അവന് ഇഷ്ടമല്ലടി പിന്നെ, അവന് ഇഷ്ടമല്ല, അവൻ പറഞ്ഞില്ലേ കേട്ടില്ലേ? രാജ്യമായിട്ടൊന്നും ഉറപ്പിച്ചൊന്നും ഇല്ല ലോറ, ഞാൻ ആരെ കിട്ടുന്നില്ല. കണ്ണാപ്പി ഓ അണ്ണു മറ്റേ അതിന്റെ മുകളിലോട്ടൊന്ന് കയറി നിക്കടാ പാറയുടെ മോളിങ് മക്കളെ ഇവിടെ ഇരി, താഴെ ഇരി, കുത്തിരി 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 മാമാ സെറ്റാക്കിയാ വന്ന് വിട്. വിടാനോ? ഞാൻ ഇപ്പൊ ഒരെണ്ണം വിട്ടിട്ട് അല്ല ഒരെണ്ണം കൂടെ വിടളി അടുത്ത്. കണ്ണാപ്പി ആ അണ്ണു 51 ഇരിയടാണ് കണ്ണാപ്പി തുടങ്ങിക്കോ ഒരു ഡപ്പാങ്ങ തന്നെ ഇട്. മനുഷ്യത്താ മനുഷ്യത്തിന്റെ തൊല്ല വെച്ച് മെല്ലെ കെട്ടി മനുഷ്യത്താ മനുഷ്യത്തിന്റെ തൊല്ല വെച്ച് മെല്ലെ കെട്ടി മതി. നീ കളിച്ചോളയാ പഠിച്ചാലും നടു നടപ്പ് നടപ്പാടോ പോലീസുകാരന്റെ പൊന്നുപോലെ ആടല്ല പെണ്ണല്ല അടിപൊളി വേഷം പെണ്ണായാൽ പേരിരുന്നാടോ. കളിയടാ എടാ കണ്ണാപ്പി അളിയാ, നീ പറയാളിയാ, നീ പറ ഉള്ള പോലെ പറ. നമ്മള് ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു സംഭവം ഇങ്ങനെ ചുമ്മാ ചെയ്തേ ലോറെ. ഇതുപോലെ ഒരു സ്വന്തം ഒരു കാമുകി ഉണ്ടെന്ന് പോലും പറയാൻ കഴിവില്ലാത്തവനെയൊക്കെ എന്തിനാണ് പ്രേമിക്കുന്നത് സംഭവം? കണ്ണാപ്പി അല്ലണ്ണോ അത് സംഭവിച്ച അത് പറയല്ലേ മാമ. പറ അണ്ണാ സംഭവം. അണ്ണു ഞാൻ പറഞ്ഞുതരാം അണ്ണു. സംഭവം എന്ന് വെച്ചാല് ഇപ്പോഴത്തെ പുതിയ പിള്ളേരൊന്നും പണ്ടത്തെ അണ്ണുവിനെ കണ്ടിട്ടില്ല. പണ്ട് ഡ്രാഗൺ പീലി എടുത്ത് രണ്ട് പറഞ്ഞിട്ട് ആ ഗ്യാങ് ഹൗസിൽ നിന്ന് ഇറങ്ങി വരുന്ന അണ്ണുണ്ട് കത്തിയും പിടിച്ച്. ആ അണ്ണുവിനെ കണ്ടിട്ടുള്ളവർക്കൊക്കെ ഇപ്പൊ പെടുക്കും, മനസ്സിലായ? അതുകൊണ്ടാ പണ്ട് വഴിന്ന് പോലും ഒരു പെണ്ണിനെ നമ്മൾ സൈഡിൽ കൂടെ പോലും കൊണ്ടുവരില്ലായിരുന്നു. ഓ അണ്ണുന്റെ നിഴലില് പെണ്ണെന്ന് പറയാൻ പോലും പേടിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ വളർന്നവരല്ലേ അണ്ണ. അപ്പൊ പുതിയ പിള്ളേർ വന്ന ടൈമിൽ അണ്ണു ഇല്ലായിരുന്നല്ലോ. അപ്പൊ അവർക്ക് അണ്ണുവിന്റെ ചിട്ടകളും അല്ലെ അണ്ണു എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നല്ലോ അണ്ണു. അല്ല അതൊക്കെ പോട്ടെ, അതിന് നീ പെണ്ണില്ലെന്ന് ചോദിക്കുമ്പോ പെണ്ണില്ലെന്ന് പറയുന്നത് എന്തിനാ? പേടിയുണ്ടല്ലേ അണ്ണു? പേടിയാണ് എല്ലാവർക്കും പേടിയുണ്ടായിരുന്നല്ലോ. ഉമാരെല്ലാം പറഞ്ഞല്ലോ ഉള്ളവന്മാര്. അണ്ണു അത് അമ്മമാർക്ക് അണ്ണുവിനെ അറിയാത്തോണ്ട്. അണ്ണു ഞാൻ പറഞ്ഞേ അണ്ണുവിനെ അറിഞ്ഞൂടാ. നമുക്ക് അണ്ണന്റെ മുഖത്ത് ഇങ്ങനെ കള്ളം പറയാൻ പറ്റും. അണ്ണുവിന്റെ മുഖത്തൊക്കെ ഇങ്ങനെ കള്ളം പറയാൻ പറ്റും. ഞങ്ങൾ പഠിച്ചുള്ളൂ. അണ്ണു അല്ല ഞാൻ കള്ളം പറയുന്നില്ല അണ്ണു. കണ്ടിട്ടില്ലല്ലോ അണ്ണു ഞാനും പറയട്ടെ, അണ്ണുവിനെ പണ്ട് ഇവന്മാർക്ക് എല്ലാവർക്കും പേടിയായിരുന്നു. മനസ്സിലായോ? ആ ഇവന്മാർ ആ ഫേസ് കള്ളം പറയുന്നു. അണ്ണു ഞാൻ പറയട്ടെ, പുതിയതായിട്ട് വന്ന പിള്ളേർക്ക് അണ്ണുവിനെ കണ്ടിട്ടില്ല. അല്ല അണ്ണു എന്താ അണ്ണുവിന്റെ ഭീകരത അറിഞ്ഞൂടാ. പക്ഷെ പഴയ പിള്ളേർക്ക് എല്ലാവർക്കും അറിയാം. അണ്ണു പറ. നിനക്ക് അറിയാമെന്ന് ചോദിച്ചാ അണ്ണു കുറുപ്പ് വലിഞ്ഞ് അപ്പൊ ലോറ മോളെ എന്താണ് പരിപാടി? എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഇപ്പൊ എല്ലാ കല്യാണം എന്ന് പറഞ്ഞൊരു കാര്യം മറന്നേക്കുക. അതൊരു കാര്യം, അങ്ങനെ ഒരു കാര്യം ഇല്ലില്ല, അത് വിചാരിക്കുന്നേ ഇല്ല. പക്ഷെ കാറ്റിയുടെ അതൊരു കല്യാണത്തിന്റെ കാര്യം നമ്മളിങ്ങനെ ഓഫർ ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓഫർ ചെയ്ത സമയത്ത് കാറ്റിപ്പൂച്ച അങ്ങനെയുള്ള ആളുടെ പേര് പറഞ്ഞു. ലോറ ഞാൻ പറഞ്ഞില്ല ലോറ, അവൾക്ക് അറിയണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് ലോറേനെ കണ്ടി എനിക്ക് ഇഷ്ടം കാറ്റിപ്പൂച്ചയെന്ന് പറഞ്ഞു. അപ്പോഴാണ് സാർക്ക് പറയുന്നത് ലോറെ വിളിക്കാൻ. ഇങ്ങനത്തുള്ള ഈ നിഷ്ക്രിമി ആണുങ്ങളുമായിട്ടൊക്കെ ബന്ധം പുലർത്തേണ്ട ആവശ്യം അണ്ണു ശരിക്കും പറഞ്ഞു അങ്ങനെ കാറ്റ് പറഞ്ഞു. ലോറ ഞാൻ പറയുന്നു തോന്നുന്നുണ്ടോ ലോറ?
സമ്മതിച്ചോ കണ്ണാ ഇല്ലില്ല ഞാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞ പിന്നെ അവന്റെ അടുത്ത് ചോദിക്കുന്നത് നമ്മൾ ഇത്രയും പേര് പറഞ്ഞെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അണ്ണാ ഞാൻ കാര്യം ചോദിക്കണ അണ്ണന് ഈ പിള്ളേരെ മീൻസ് ഇങ്ങനെ ഇതുപോലെ ഇത്രയും വെറുക്കാനുള്ള റീസൺ ഞാനിത് സംസാരിക്കട്ടെ. ആരോ ഒരാളെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ല വിളിയും കേൾക്കുന്നില്ല, ചെവി അടിച്ചു എന്റെ. അതിപ്പം ഈ കാറ്റിപ്പൂച്ചയുടെ പേരൊക്കെ പറഞ്ഞത് ഇപ്പൊ എന്തോ ചെയ്യണ്ടേ നമ്മള്? അതാ കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് മൊത്തം പറഞ്ഞ തീരുന്ന കണ്ണാപ്പിയും പറഞ്ഞ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പക്ഷെ കണ്ണാപ്പി പറയുന്നില്ലല്ലോ. അതാ കുട്ടി അല്ല എനിക്ക് ഇഷ്ടമാണോ, എനിക്ക് ഇഷ്ടത്തിന്റെ കുറവല്ലേ. എനിക്ക് ലോറ പറഞ്ഞു ജീവനാണോ ലോറ? അപ്പൊ കാറ്റിപ്പൂച്ചയുടെ കാര്യം പറഞ്ഞതിനാ? ജീവനല്ല എന്റെ ആരുമല്ലേ അവള്. എനിക്ക് നിന്നെ വേണ്ട. അല്ല പിന്നെ പിന്നെ നിന്റെ കൂടെ അങ്ങ് ജീവിച്ചില്ല എനിക്ക് സുജീവിതം കിട്ടത്തില്ലെന്നാണോ? പോടിയെന്ന് എനിക്ക് എന്റെ അണ്ണു തന്നെ വരുത്, മനസ്സിലായോ? നിനക്കിട്ടിയ ലോട്ടറി അടിയാൻ മനസ്സിലായോ? ഇതിലും നല്ലത് പൊറാട്ട നാടകമായിരുന്നു. ലോറ കൂടെ ലോറ ഒന്ന് മേളോട്ട് പറഞ്ഞേ. ഞാൻ റെഡി വേണം ലോറ ആക്സെപ്റ്റ് ചെയ്തോ? ഇങ്ങോട്ട് എന്തിനാ ചെയ്യണ ഇത്? നമ്മളെ ഇത് ഞാൻ ഇട്ടില്ല ഇമോട്ട് ഇട്ടില്ല. ഞാൻ പറയുക ലോറെ ഇമോട്ട് ഇല്ലല്ലോ, ഒരുമിച്ചുള്ള ഇമോട്ട് ഉണ്ടോ ലോറെ? ലോറ എന്റെ പാർട്ടിയിലോട്ടൊന്ന് ജോയിൻ ചെയ്യോ ലോറെ? ഐഡി എത്ര ലോറെ? അണ്ണു ഞാൻ ലോറിനെ ആഡ് ചെയ്യോ? അക്സെപ്റ്റ് ചെയ്യാൻ വന്നു. അടുക്കുന്ന അണ്ണു കളിക്കും. ഇറങ്ങി വരവാ തോൽകരുത് സിംഗത്തെ സീണ്ടാതപ്പാ ഇവനെടുക്ക് ഏറൂട്ട് മാറാതപ്പാ ഞാരടിതാ വരവാ അണ്ണനാ ഇറങ്ങി വരവാ ഇറങ്ങടുക്ക് പണ്ടത്തെ സൂപ്പോണാണാ எனக்கென்ன சொன்னானா பத்தாவது பாத்துல நான் குடிக்க அண்ணாவே பொண்ணா துவள் அடிக்க அண்ணா வச்சு உன்ன வச்சு நானும் உன்ன வச்சு அண்ணா இறங்கி வா. പാട്ട് കഴിഞ്ഞായിരുന്നു. ചുമ്മാ ഊതിപ്പാടെ ചില്ലി ചിക്കന വെട്ടി വിഴുകു കുട്ടിത്തെ വകെ കോലക്കെട്ടിത്തുള്ളാതെ ഇട്ടാവട്ടപ്പൂജ വെട്ടടിക്കും ഞാൻ പരകല്ല വെള്ളത്തിന്റെ ഇടുവല്ല ചോലക്കെണ്ണട് ചേലക്കുട്ടി ഈ ഐഡിയ കണ്ണാപ്പിടായിരുന്നല്ലേ? 8 വട്ട കണ്ണാളി ഞാൻ മുട്ടി നിന്ന പോരാളി പട്ടുണ്ടെങ്കിൽ കെട്ടി പിടിത്തോളാ പെണ്ണാരെന്താരം നോക്കൂല പൊടി പോക്കിരി പൊങ്ങച്ചൻ കാണിച്ചാലില്ല കാണൂല. ലോറെടുത്ത് ചോദിക്കാൻ പറഞ്ഞു മോളെ വിശക്കുന്നുണ്ടോ? വിശക്കുന്നില്ലല്ലേ? കുറുപ്പ് മുങ്ങി ഇനി നമുക്ക് വേറെ പയ്യനുണ്ട് സ്റ്റീവ്. അതെന്താണ് കുഴപ്പമില്ലാത്ത? അതാണ് അവനാണ് ഏറ്റവും കൂടുതൽ 24 മണിക്കൂറായിട്ട് പെണ്ണിനോട് നടക്കുന്നത്. അവനെയും കൂടെ അങ്ങോട്ട് വിളിയാം. അവരും പോയി. പിന്നുള്ളത് 50. ബാക്കി എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. നമ്മള് നല്ല ഫ്രെയിം കേട്ടോ. അണ്ണു ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ അണ്ണു, അണ്ണുന് എന്താ ഈ പെമ്പിളാരോട് ഇത്ര വെറുപ്പ്?
ഇത്ര കളിയാക്കാനെന്താ SRK എന്തുവാടാ ഫോണാണോ അവന്റെ പെണ്ണി ഫോണിനെ കളിക്കും അണ്ണു അത് അണ്ണു ചോദിച്ചോ ആരാ വിളിച്ചത് അണ്ണ അവന്റെ ഫോൺ ഒന്ന് മേടിച്ചു ഫോൺ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കണം. അണ്ണു അവന്റെ ഫോൺ ഒന്ന് മേടിച്ചു ചെയ്തേ ഒരു വെടി പെടുത്തു കളയൂ. ഇല്ല ഒരു വെടി ചന്തി കൊടുത്തോണ്ണ ഒരു വെടി. എന്നിട്ട് അവന് നിർത്താൻ ഹലോ ആരാണോ SRK ഫോൺ നോക്കാൻ പറ്റൂടാ നോക്കാൻ പറ്റും അണ്ണന് മേടിച്ച് നോക്കാൻ പറ്റും അവന്റെ ഫോൺ ആ ഫോൺ ഇങ്ങോട്ട് വന്നേടാ. പറഞ്ഞോടാ ഡ്രോപ്പ് ചെയ്തോടാ അണ്ണന് അണ്ണു അത് പറഞ്ഞോടാ പറഞ്ഞോ ഡ്രോപ്പ് ചെയ്തോ പാസ്വേഡ് പറയണേ. പാസ്വേഡ് ഇല്ല. പാസ്വേഡ് ഇല്ലേ? ഒരു ഫ്രണ്ട് വിളിച്ചാണ്ടോ അത് 100 ചാർജ് ആവാറില്ലല്ലേ കൊറേ ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പം. എടുത്തോണ്ടോ? അത് എന്റെ ഫോണിൽ ക്ലിക്ക് ചെയ്തിട്ട് യൂസ് കൊടുത്താൽ മതി. ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കോളാ. ഈ തോക്കൊന്ന് മാറ്റണല്ലോ ആദ്യം. തോക്ക് മാറ്റണോ? തോക്ക് മാറ്റാം. നമ്മക്ക് ഒരു രഹസ്യങ്ങളും ഇല്ല അണ്ണു. അണ്ണു നോക്കിക്കോണ്ടു. ആറാ വീഡിയോ കോൾ അമ്പത്തൂരെ ഞാൻ വീഡിയോ എടുക്കണ പൊട്ടാ. നീ വീഡിയോ കോൾ എന്ന് പറഞ്ഞായിരുന്നു. എന്റെ ഫോണാണല്ലോ വന്നേ. അണ്ണു എന്റെ ഫോൺ എടുത്തിട്ട് യൂസ് കൊടു. എന്റെ ഫോൺ എവിടെ എടുത്തിട്ട് ആ ഫോൺ ഞാൻ ഒരു കാര്യം പോലും പറഞ്ഞില്ല അതൊക്കെ അണ്ണു പറഞ്ഞതാ കേട്ടോ. ഇപ്പൊ വിളിക്കാം എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് മെസ്സേജ് ഒന്നും അയക്കാൻ പറ്റത്തില്ല നീ ഇതൊന്നും ആലോചിച്ച് ഇതാക്കല്ലേ. ഞാൻ തന്ന ഫോൺ അണ്ണന്റെ വെച്ചിട്ട് അണ്ണന്റെ ഫോൺ താഴെ സുഖല്ലേടാ കണ്ണ? ഫോൺ മാറ്റാൻ സുഖമാണ് എന്തുപറ്റടാ ഇത് നിന്റെ ഐഡിയ ആയിരുന്നല്ലേ എന്ത് ഈ വിളിപ്പിച്ച് വരുത്തിയത്? എന്റെ ഐഡിയ ആണല്ലേ? എന്നിട്ട് വെച്ച് കിട്ടിയില്ലടാ നിനക്ക്? എനിക്ക് പാസ്വേഡ് ഇല്ല. എനിക്കൊരു സമാധാനം. ഇല്ല അത് അണ്ണുന്റെ ആയിരിക്കും. അണ്ണ ഇൻവെന്റർ എടുത്തിട്ടാണ് ഇവന്റെ ഫോണിൽ ക്ലിക്ക് ചെയ്തിട്ട് യൂസ് കൊടുത്താൽ യൂസ് കൊടുത്താൽ മതി. ഇവന്റെ ഫോണാണ് ഇതിനകത്ത് വന്ന് ഇൻവെർട്ടർ കിടക്കുന്നത്. പക്ഷെ കാണണ്ടേ? അല്ല അണ്ണുന്റെ ഫോണായിരിക്കും അത്. അടുത്ത അവന്റെ ഫോണിൽ ക്ലിക്ക് ചെയ്ത് നോക്കണ്ട. കാണിക്കുന്നുള്ളന്ന് നോക്ക് സ്ക്രോൾ ചെയ്ത് നോക്ക്. അണ്ണു താഴെ സ്ക്രോൾ ചെയ്ത് നോക്കണോ? എടാ ഫോൺ എന്റെ ഹലോ ആ കേക്കാം. എന്തൊറ്റി ഇത് പരിപാടി കൊള്ളാൻ കേട്ടോ. നാളെ പോയിട്ട് എല്ലാത്തിന്റെയും ഫോൺ ഒന്ന് ചെക്ക് ചെയ്യണം. ഹലോ അണ്ണു ആദ്യം ചെക്ക് ചെയ്യേണ്ട ഫോണാ അണ്ണ. വാസുവിന്റെ ഫോണാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇതാരാ മൊട്ട? ഹലോ ഹലോ മൊട്ടെ ഇപ്പൊ വന്നേ ഉള്ളൂ സിറ്റിയിൽ കയറി. എന്തുവാ ഞാൻ താഴെ ഡ്രോപ്പ് ചെയ്തത്? ഫോണ് താ. അവന്റെ വെപ്രാളം കേട്ടോ അണ്ണു. അണ്ണു അവന്റെ വെപ്രാളം കണ്ട. എനിക്ക് വെപ്രാളൊന്നുമില്ല. ഫോണ് താ ഫോണ് താ. എന്താണ് ഈ പരിപാടി? നിങ്ങൾക്ക് എന്താണ് ഈ പരിപാടി? പരിപാടിയൊന്നും ഇല്ല അണ്ണു. അണ്ണ എവിടെ പോണെന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചോണ്ടായതാണ്. നാളെ എല്ലാരും സിറ്റി വരണം കേട്ടോ. നാളെ കുറച്ച് നാളെ വരും. പിന്നെ ആഷ്മൂട്ടറിൽ അങ്ങ് പോച്ച നിരക്കാൻ സംസാരിക്കുന്നതാ. ഓ മുട്ടി എന്തിനു അണ്ണു ഇന്നിനി അണ്ണൂന്റെ സൈഡിൽ നിന്ന് എങ്ങും പോകത്തില്ല. അണ്ണു ഇവിടെ തന്നെയാണ്. ഇനി 27 മണിക്കൂർ അണ്ണന്റെ കൂടെ അല്ലേ അതെ അതെ. അണ്ണു? അത് മറ്റേ നമ്മളെ എന്താ പുച്ഛമുള്ള പോലല്ലേ ആ കപ്പൽ. അത്രയും വലിയ കപ്പലാണ് ഇവിടെ കൊണ്ടുവന്നത്. അത് നമ്മളെ ഫ്രണ്ടില് അത് നമ്മളെ ഫ്രണ്ടിലണ്ണു. അണ്ണു ഈ കപ്പലിനെ വലി തുറന്ന് നമുക്ക് നാളെ തന്നെ ഇറക്കണം. എന്നിട്ട് ഗ്യാങ് ഹൗസിൽ എന്താടാ? അല്ല ഇത് ബോട്ട് കേട്ടുന്നുണ്ടോ? 5 കിട്ടി 5K. എന്തിനാ അത് എന്റെ അടുത്ത് പറയുന്നത്? ഫുഡ് നിനക്കൂടെ കിട്ടട്ടെ. ഞാൻ ചാർജ് കിട്ടി. എന്തിന്? അണ്ണാപ്പി ഓ അണ്ണു എന്തോ കടൽ തിരകള് ഭയങ്കര ശോഭിതമാണല്ലോടാ. ഓ അതല്ല അണ്ണു ഇവൻ ഇതെന്തോ വലിയ ഷോ കാണിക്കാനല്ലേ അണ്ണു ഇവിടെ കൊണ്ടുവന്നേക്കുന്നേ? ആരാ ഇത്? പിന്നെ കൺഫേം അണ്ണു ഇത് അവ ഇറക്കിയന്റെ അണ്ണു എഫ് വെക്കണം. എഫ് വെക്കണം. എഫ് വെക്ക് എടാ. എഫ് വെക്ക് ഇങ്ങോട്ടാ പോകുന്നത് എനിക്ക്. ഇതിനകത്ത് കേറാനൊന്നും പറ്റില്ല. ഇതിന്റെ കൊളീഷനൊന്നും ഇല്ലണിയാ. കൊറേ പേര് കേറാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടാ. അളിയ തിര പൊങ്ങുമ്പോ അങ്ങ് കേറാൻ പറ്റൂടാ. കൊറേ പേര് ട്രൈ ചെയ്തിട്ടുണ്ട് മൂഞ്ചി. എടാ തിര പൊങ്ങുമ്പോ ശരിയാണ്. ആശ പറഞ്ഞ ശരിയാ. തിര പൊങ്ങുമ്പോ ഫേസ് അടിച്ച് കയറിയാ മതി. അതെങ്ങനെ കേറാൻ പറ്റത്തില്ല.
അണ്ണയോടെ പോയി അണ്ണു മുങ്ങിച്ചിട്ട് ഇല്ലല്ല അവിടെ അവിടെ ദാ നിക്കുന്നു അങ്ങ് നിക്കുന്നു എവിടെ കരയിലൊന്നുമില്ല. കരയിലുണ്ട് കരയിലുണ്ട് ഞാൻ കണ്ടു. ഇറങ്ങി തോന്നുന്നു. വെണിയേണ്ട റിയാക്ഷൻ ആണ് ലൈവിൽ കാണുമെന്ന്. ആ വെണിയേണ്ട ലൈവിൽ കാണാൻ പറ്റുവാണ് ലൈവ് കേട്ടോ. ഞാൻ കേറി എടാ മാറാ ചൂടെ കഷ്ടപ്പെട്ട് വലിച്ചു കേറിയതാ മാമ ആടാ. എടാ ഇവിടെ നിന്നാ മതി. എടാ ഇങ്ങനെ തീരെ പൊങ്ങുമ്പോ കേറാൻ പറ്റൂലേ? തീരെ പൊങ്ങുമ്പോ കേറാൻ പറ്റും. മനസ്സിലായി പൊങ്ങണ്ടേ ഇത് അടിയിലാണോ? ആ ഞാൻ കേറല്ലേ കേറി വരുവോ മാമ വാടാ. നമ്മന്ന് കേറുവോ? ഓത്ത് എടാ നീ ഒറ്റ എടുത്തൊരാളി എന്റെ ലൈഫ് അഡ്മിൻ ഉണ്ട്. ഇത് അഡ്മിൻ ഇത് ഓടൂലേ? ഇത് എന്താണിത്? ഹലോ ഓടൂതേ ഇവനൊന്ന് ഡ്രാഗ് ചെയ്യോ? ഒന്ന് ഡ്രാഗ് ചെയ്യോ? ഇവനെ ഡ്രാഗ് ചെയ്യോ? കണ്ണാപ്പി ഡ്രാഗ് ചെയ്യോ? ഹലോ ഹലോ മുട്ട എങ്ങനെ ഇവിടെ എത്തി? മുട്ടയൊക്കെ കേറി കളിയാ എങ്ങനെയോ? മുട്ടയൊക്കെ എത്തി ഇവിടെ. കണ്ണാപ്പി നീ ഇങ്ങനെ ഇവിടെ കിടന്നോ? മുട്ടയെ ഡ്രാഗ് ചെയ്യുന്നു ഏട്ടാ. കണ്ണാപ്പി ഡ്രാഗ് ചെയ്യാൻ പറഞ്ഞപ്പോ ഗുഡ് നൈറ്റ് മക്കളെ. അണ്ണു പോട്ടോ അണ്ണു മനസ്സിലായി. ഇതാരാ ഓടിക്കുന്നാരാ? ഡ്രൈവർ ഉണ്ടെന്നൊക്കെ പറയണ. ഇതെങ്ങനെ കേറുന്ന ഇത്? ഇതൊക്കെ എന്താടാ മാമ? ഇത് ഇതുവഴി തന്നെ ഇറങ്ങിക്കോ. ഇതുവഴി തന്നെ ഇറങ്ങിക്കോ. എവിടാണ് ഡ്രൈവർ? എവിടാണ്? ഓർത്ത ഒരു സ്ഥലം കണ്ട ഇത്. ആ ഇവിടെ കേറാം. കള്ളന അണ്ണു കള്ളന പറഞ്ഞ ഇതിന്റെ മേളിലാടാ. ഇങ്ങോട്ടാടാ മാമ, ഇങ്ങോട്ടാ.